മഴ തോരും മുമ്പയുടെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ബാങ്കിൽ നിന്നും വരുന്ന സമയത്ത് അലീന അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അലീന ഒന്ന് നോക്കുന്നുണ്ട് വൈജയന്തിയെ. വീണ്ടും ഇങ്ങനെ അയൺ ചെയ്യുവാണ്. പക്ഷേ വൈജയന്തിയുടെ നോട്ടം ഇങ്ങനെ കണ്ടിട്ടേ ദേഷ്യത്തോടെയുള്ള നോട്ടമാണല്ലോ. അതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് വല്ലാണ്ടാവുകയാണ്. പിന്നീട് വൈജയന്തി നേരെ ചെല്ലുന്നത് ബാലചന്ദ്രൻ്റെ അടുത്തേക്കാണ്. ബാലചന്ദ്രനോട് അന്ന് വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ അവനെ എല്ലാം 4 പൊട്ടിച്ചിട്ട് ഇറക്കി വിടുമായിരുന്നു വേണ്ടത്. ഈ വീട്ടിലേക്ക് മേലെ കയറിപ്പോകരുതെന്ന് അവനോട് പറയണമായിരുന്നു. അതാ അവനെപ്പോലുള്ളവരോടൊക്കെ ചെയ്യേണ്ടിയിരുന്നത് എന്ന് തുറന്നു പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അതാ തീരെ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. ഇതിങ്ങനെ ഗ്രേസ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം ഭയങ്കര വിഷമാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ രേവതിക്കുട്ടിക്കാണെങ്കിൽ തീരെ സഹിക്കുന്നില്ല. രേവതിക്കുട്ടി ഗ്രേസിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഭംഗിയായി സൂക്ഷിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളും നല്ല സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നീട് വൈജയന്തി നേരെ കിച്ചണിൽ ചെന്ന് അലീനയോട് തർക്കിക്കുവാണ്. ദേ ഞാൻ വെറും പൊട്ടിയാണെന്നൊന്നും നീ കരുതണ്ട, എല്ലാം എനിക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഈ വീട്ടിൽ എല്ലാം അറിയുന്ന ആളെ ഞാൻ മാത്രമാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തറിയാമെന്നാണ് നീ പറയുന്നത്? ഇത് കേട്ട് നമ്മുടെ അലീന ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഹരി പറഞ്ഞ സത്യങ്ങളൊന്നും വിശ്വസിക്കാൻ മനസ്സ് വന്നിട്ടില്ല. ഇപ്പോഴും അലീനയെ തെറ്റിദ്ധരിക്കുകയാണ്.